ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, വിജയം പല വഴികളിലൂടെ എത്തും. എന്നാൽ ഇത് പണത്തിനും പ്രശസ്തിക്കും ഒപ്പമല്ല എത്തുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതും ജീവിതം വിജയകരമായി തീരുന്നതും. ഇത് ലോകപ്രശസ്ത ഫർണിച്ചർ ബിസിനസ്സുകാരൻ കംപ്രാഡ് പറഞ്ഞതാണ്. എനിക്കൊരു കാറ് പോലുമില്ല, സ്വന്തമായി വീടില്ല, മക്കൾക്ക് നല്ല ആഭരണമോ വസ്ത്രങ്ങളോ ഇല്ല, എനിക്ക് സമ്പത്തില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് ഒരു മനസ്സമാധാനവും ഇല്ല. ഇങ്ങനെ ഇല്ലായ്മകളെ കുറിച്ചാണ് മിക്കവരുടെയും പരാതി. എല്ലായ്പ്പോഴും മനസ്സിനെ അശുഭ ചിന്തകളിലേക്ക് തിരിച്ചു വച്ചാൽ വന്നു ചേരുന്നത് എല്ലാം അശുഭകരമായ കാര്യങ്ങളായിരിക്കും. പാൽ ഉറയൊഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുളിച്ച തൈരിലേക്ക് നല്ല പാൽ ഒഴിക്കുമ്പോൾ നല്ല പാലും പുളിച്ചു പോകുന്നു. അതുപോലെ അശുഭ ചിന്തകളും വിശ്വാസങ്ങളും നിറഞ്ഞ മനസ്സിലേക്ക് വന്നു ചേരുന്ന നല്ല വിശ്വാസങ്ങൾ പോലും ക്രമേണ നെഗറ്റീവായി തീരും. എന്നാൽ നല്ല വീടും കുടുംബവും മനസ്സമാധാനവും ആരോഗ്യവും സുഹൃത്തുക്കളും അംഗീകാരവും എല്ലാം ലഭിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ മാർഗം സമ്പത്തുണ്ടാക്കുക എന്നത് മാത്രമാണ്. അത് നല്ല രീതിയിൽ ഉണ്ടാക്കിയവയും ആയിരിക്കണം. അങ്ങനെ സന്തോഷമുള്ള ഒരു മനസ്സും ശുഭചിന്തകളുമായി ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യന്റെ വിജയകരമായി തീർന്ന കഥ പറയാം. ഐക്യ എന്നൊരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. ലോകപ്രശസ്തമായ ഈ കമ്പനി ഫർണിച്ചർ, അടുക്കള സാമഗ്രികൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. ഏതാണ്ട് 49 രാജ്യങ്ങളിലായി 412 സ്റ്റോറുകളുണ്ട് ഐക്യയ്ക്ക്. ജീവനക്കാരാകട്ടെ ഏതാണ്ട് 1,47,000-ലേറെയുണ്ട്. ഇതിന്റെ സ്ഥാപകനാണ് ഫിയോഡോർ ഇഗ്വർ കംപ്രാഡ്. ജർമ്മൻ വംശജനായ ഫിയോഡോർ കംപ്രാഡിന്റെയും സ്വീഡിഷ് വംശജയായ ബെർട്ട്ലീനിയ മട്ടിൽഡായുടെയും മകനായി കംപ്രാഡ് ജനിച്ചു. ഇയാൾക്ക് 1 വയസ്സുള്ളപ്പോൾ ജർമ്മനിയിൽ നിന്നും അമ്മയുടെ നാടായ സ്വീഡനിലേക്ക് താമസം മാറ്റി. കംപ്രാഡ് എന്ന കുടുംബ പേര് കോമറേഡ് അല്ലെങ്കിൽ സഹാവ് എന്നതിന്റെ ഒരു വകഭേദമാണ്. കേവലം 5 വയസ്സുള്ളപ്പോൾ തീപ്പെട്ടി വാങ്ങി വിൽക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു കക്ഷി. പിന്നീട് അദ്ദേഹം സ്റ്റോക്ക്ഹോമിൽ പോയി തീപ്പെട്ടി വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റ് വലിയ ലാഭമുണ്ടാക്കുകയും ചെയ്തു. തീപ്പെട്ടിക്ക് പുറമെ മാർക്കറ്റിൽ നിന്നും മത്സ്യം, ക്രിസ്മസ് ട്രീ, അലങ്കാര വസ്തുക്കൾ, വിത്തുകൾ, പിന്നീട് ബോൾ പേനുകൾ, പെൻസിലുകൾ എന്നിവയുടെ വിൽപ്പനയിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. അങ്ങനെ തന്റെ ബിസിനസ് കുറെ കൂടി മെച്ചമാക്കി. ഇങ്ങനെയുള്ള തിരക്കുകൾക്കിടയിലും പരീക്ഷ നല്ല നിലയിൽ എഴുതി ഉയർന്ന മാർക്ക് വാങ്ങിയത് പിതാവിന് വലിയ സന്തോഷമായി. ആ സന്തോഷത്തിന്റെ സൂചനയായി കുറേയേറെ പണം അദ്ദേഹം കംപ്രാഡിന് നൽകി. അങ്ങനെ തന്റെ 17ാമത്തെ വയസ്സിൽ അച്ഛൻ കൊടുത്ത പണവുമായി ഐക്കിയ എന്ന ഫർണിച്ചർ സ്ഥാപനം ആരംഭിച്ചു. പിന്നീട് പടിപടിയായി വളർന്ന് ലോകത്തിലെ തന്നെ കോടീശ്വരന്മാരിൽ ഒരാളായി കംപ്രാഡ് ഉയർന്നു വന്നു. 2010 മാർച്ചിൽ ലോകപ്രശസ്തമായ ഫോബ്സ് മാഗസിൻ കംപ്രാഡിന്റെ ആസ്തി $23 ബില്യൺ കണക്കാക്കി. അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ധനികനായ 10ാമത്തെ വ്യക്തിയായി തെരഞ്ഞെടുത്തു. 2016 കംപ്രാഡ് തന്റെ ആസ്തികൾ മക്കളായ പീറ്റർ, മത്തിയാസ്, ജോനാസ് എന്നിവരിലേക്ക് കൈമാറിയതിനെ തുടർന്ന് അദ്ദേഹം പുറത്തായി. കംപ്രാഡ് 2 തവണ വിവാഹിതനായിട്ടുണ്ട്. ചെറുപ്പത്തിൽ കംപ്രാഡിന് നാസി അനുകൂല ഗ്രൂപ്പുകളുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം അതിന്റെ പേരിൽ ക്ഷമാപണം നടത്തുകയും തന്റെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഫർണിച്ചർ ബിസിനസ്സിലൂടെ പണം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയതോടെ അദ്ദേഹം ആ പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കും ബാങ്കിംഗ് മേഖലയിലേക്കും ഇൻഷുറൻസ്, റീറ്റെയിൽ എന്നിവയിലേക്കുമൊക്കെ മാറ്റിമറിച്ചു. അങ്ങനെ കമ്പനികളുടെ $9.1 ബില്യൺ ഗ്രൂപ്പായ ഇക്കാനോ ഗ്രൂപ്പാണ് മക്കളായ കംപ്രാഡ് സഹോദരന്മാരിലേക്ക് കൈമാറിയത്. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സംരംഭകരിൽ ഒരാൾ എന്ന് ലോകം വിശേഷിപ്പിച്ച കംപ്രാഡ് 2018 ജനുവരി 27 ഒരു ശനിയാഴ്ച 91ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. കഠിനാധ്വാനിയായ ഈ മനുഷ്യന്റെ ജീവിതം ബിസിനസ്സുകാർക്ക് എന്നും ഒരു പാഠമാകട്ടെ. ഗുഡ് ബൈ.